ഹായ് ഓൾ, കഴിഞ്ഞ ക്ലാസ്സിലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, അതുപോലെ തന്നെ ATPയുടെ സിന്തസിസിനെ കുറിച്ചും. അപ്പോൾ ഈ ഒരു പോർഷൻ മനസ്സിലാക്കണമെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്താണെന്നും അതിലെ ഡിഫറെൻറ്റ് കോംപ്ലക്സിൽ എന്താണെന്നും നിങ്ങൾ മുന്നേ മനസ്സിലാക്കിയിരിക്കണം. Now, the working of electron transport chain or electron transport system. അപ്പം മാട്രിക്സിൽ ക്രബ് സൈക്കിളിൽ നിന്നും ഗ്ലൈക്കോളിസിസിൽ നിന്നും ഉണ്ടായിട്ടുള്ള NADHും പിന്നെ FADH2ഉം ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവരിൽ നിന്നാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അറ്റ് ഫസ്റ്റ് NADH ഈസ് ഓക്സിഡൈസ്. NADHൻ്റെ ഓക്സിഡേഷനിലാണ് തുടങ്ങുന്നത്. NADHന് ഓക്സിഡേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം NADH NADH പ്ലസ് H+ അയോൺസ് ആയിട്ടാണ് കാണപ്പെടുക. അപ്പോൾ NADHന് ഓക്സിഡേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ NADHിൽ നിന്ന് 2 ഹൈഡ്രജൻ അയോൺസ് റിമൂവ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇലക്ട്രോൺസും ലോസ് ആകുന്നു. അങ്ങനെ ലോസ് ആകുന്ന ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 1 സെൻറ്റർ 1 അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. കോംപ്ലക്സ് 1ലേക്കാണ് പോകുന്നത്. NADH ഡീഹൈഡ്രജനേസ് കോംപ്ലക്സിലേക്ക് പോകുന്നു. അവിടെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിൽ കൂടെ കടന്നു പോകുന്നു. മീൻസ് FMNൽ കൂടെയും അയൺ സൾഫർ സെൻറ്റേഴ്സിലൂടെയും കടന്നു പോകുന്നു. അതായത് ഈ NADHന് ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പം ഇങ്ങനെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ലോസ് ആകുന്ന ഇലക്ട്രോൺസിനെ FMN ആണ് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ FMN എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും അല്ലേ. ഇനി FMN ഇത് അയൺ സൾഫർ പ്രോട്ടീൻസിന് കൊടുത്തു കഴിയുമ്പോഴോ FMN ഓക്സിഡേഷൻ സംഭവിക്കും, അയൺ സൾഫർ പ്രോട്ടീനിന് റിഡക്ഷൻ സംഭവിക്കും. അങ്ങനെ ഓക്സിഡേഷൻ റിഡക്ഷൻ അങ്ങനെയാണ് ഇലക്ട്രോൺസ് പാസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം കോംപ്ലക്സ് 1ൽ കൂടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സിലൂടെ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ട് അവിടെ ഒരു എനർജി ഉണ്ടാകുകയും ആ എനർജി ഉപയോഗിച്ചിട്ട് മാട്രിക്സിൽ നിന്നും ഹൈഡ്രജൻ അയോൺസിനെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നു. ഒരു NADHന് 4 ഹൈഡ്രജൻ അയോൺസ് പെർ NADH ആണ് മാട്രിക്സിൽ നിന്ന് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് കോംപ്ലക്സ് 1 പമ്പ് ചെയ്യുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? NADHിൽ നിന്ന് ഇലക്ട്രോൺസ് ഈ കോംപ്ലക്സ് 1ലൂടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് പോകില്ലേ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സ് വഴി. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ അവിടെ കുറച്ച് എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ആ എനർജി ഉപയോഗിച്ചിട്ട് മാട്രിക്സിൽ നിന്നും 4 ഹൈഡ്രജൻ അയോൺസിനെ ഈ കോംപ്ലക്സ് 1 ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി FADH2 ഓക്സിഡേഷൻ നമുക്ക് അടുത്ത് പോകാം. കോംപ്ലക്സ് 2ലേക്ക് പോകാം കേട്ടോ. കോംപ്ലക്സ് 1 കഴിഞ്ഞ് കോംപ്ലക്സ് 2ലേക്ക് പോകുന്നു. കോംപ്ലക്സ് 2 കാറ്റലൈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം FADH2 എന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ FADH2ന് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ നടക്കുമ്പോൾ FADH2ന് 2 ഹൈഡ്രജൻ അയോൺസ് റിമൂവ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ 2 ഇലക്ട്രോൺസും ലോസ് ആകുന്നു. അങ്ങനെ ലോസ് ആകുന്ന ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 2 അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഇലക്ട്രോൺസ് കോംപ്ലക്സ് 2ലെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിലൂടെ കടന്നു പോയിട്ട് ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. യുബിക്വിനോൺ നമ്മൾ പഠിച്ചല്ലേ, മൊബൈൽ ഇലക്ട്രോൺ കാരിയർ. അപ്പോൾ ഈ യുബിക്വിനോൺ കോംപ്ലക്സ് 1ൽ നിന്നും ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു, അതുപോലെ കോംപ്ലക്സ് 2ൽ നിന്നും ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു. അങ്ങനെ യുബിക്വിനോണിന് റിഡക്ഷൻ സംഭവിക്കുന്നു, UqH2 ആയി മാറുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യുബിക്വിനോൺ എന്ന മൊബൈൽ ഇലക്ട്രോൺ കാരിയർ കോംപ്ലക്സ് 1ൽ നിന്നും ഇലക്ട്രോൺസിനെ കൊണ്ടുപോകുന്നു, കോംപ്ലക്സ് 2ൽ നിന്നും ഇലക്ട്രോൺസിനെ കൊണ്ടുപോകുന്നു കോംപ്ലക്സ് 3ലേക്ക്. ഇനി കോംപ്ലക്സ് 2 ഹൈഡ്രജൻ അയോൺസിനെ ഒന്നും പമ്പ് ചെയ്യുന്നില്ല, ബിക്കോസ് അവിടെ കുറച്ച് എനർജി പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കോംപ്ലക്സ് 2ൽ ഹൈഡ്രജൻ അയോൺ പമ്പിംഗ് ഒന്നും നടക്കുന്നില്ല ഫ്രം ദ മാട്രിക്സ് ടു ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ, ഇനി കോംപ്ലക്സ് 3ലെത്തുന്ന ഇലക്ട്രോൺസ് കോംപ്ലക്സ് 3ലെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിലൂടെ കടന്നു പോകുന്നു. ഏതൊക്കെയായിരുന്നു കോംപ്ലക്സ് 3ലെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ്? സൈറ്റോക്രോം B, സൈറ്റോക്രോം C1 ആൻഡ് അയൺ സൾഫർ സെൻറ്റേഴ്സ് അല്ലേ. ഈ സെൻറ്റേഴ്സിലൂടെയൊക്കെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി ഉപയോഗിച്ചിട്ട് വീണ്ടും ഹൈഡ്രജൻ അയോൺസിൻ്റെ പമ്പിങ് നടക്കുന്നത്. അതായത് കോംപ്ലക്സ് 3 കുറച്ച് ഹൈഡ്രജൻ അയോൺസിനെ, എത്ര ഹൈഡ്രജൻ അയോൺസിനെ നോക്കാം? 4 ഹൈഡ്രജൻ അയോൺസ്. ഇവിടെയും 4 ഹൈഡ്രജൻ അയോൺസിനെയാണ് മാട്രിക്സിൽ നിന്നും ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നു. അപ്പോൾ കോംപ്ലക്സ് 1ഉം 4 ഹൈഡ്രജൻ അയോൺസിനെ പമ്പ് ചെയ്യുന്നു, കോംപ്ലക്സ് 3യും 4 ഹൈഡ്രജൻ അയോൺസിനെ പമ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി കോംപ്ലക്സ് 3ലെത്തുന്ന ഈ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ ഇനി മറ്റൊരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ഉണ്ട്. ഏതായിരുന്നു? സൈറ്റോക്രോം C അല്ലേ. സൈറ്റോക്രോം C കോംപ്ലക്സ് 3ൽ നിന്നും ഇലക്ട്രോൺസിനെ മേടിക്കുന്നു. അങ്ങനെ സൈറ്റോക്രോം Cക്ക് റിഡക്ഷൻ സംഭവിക്കുന്നു അല്ലേ. ഈ സൈറ്റോക്രോം Cക്ക് പിന്നെ ഓക്സിഡേഷൻ നടക്കുന്നത്. അതായത് ഈ മേടിച്ച ഇലക്ട്രോൺസിനെ സൈറ്റോക്രോം C കോംപ്ലക്സ് 4ലേക്ക് കൊടുക്കുന്നല്ലേ. കോംപ്ലക്സ് 4ലേക്ക് കൊടുക്കുമ്പോൾ സൈറ്റോക്രോം Cക്ക് ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ കോംപ്ലക്സ് 4ലെത്തിയ ഇലക്ട്രോൺസ്, കോംപ്ലക്സ് 4 എന്ന് പറയുമ്പോൾ ഏത് കോംപ്ലക്സ് ആയിരുന്നത്?
സൈറ്റോക്രോം സി ഓക്സിഡേസ് അല്ലേ, അവിടെ ഇരുന്ന ഇലക്ട്രോൺസ് അതിലെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിലൂടെ കടന്നു പോകും. അതായത് സൈറ്റോക്രോം A3 ആൻഡ് കോപ്പർ സെൻറ്റേഴ്സ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ വഴി ഉണ്ടാകുന്ന എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് കോംപ്ലക്സ് 4ഉം കുറച്ച് ഹൈഡ്രജൻ അയോൺസിനെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻ അയോൺസിനാണ് പമ്പ് ചെയ്യുന്നത് മാട്രിക്സിൽ നിന്ന് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ചെയിൻ ഓക്സിജൻ ഈസ് റെഡ്യൂസ് ടു വാട്ടർ. ഓക്സിജൻ 2 ഹൈഡ്രജൻ അയോൺസിനെ ആഡ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കുന്നത്. ഇനി എങ്ങനെയാണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്? അതിന് കോംപ്ലക്സ് 5ൻ്റെ ഹെൽപ്പ് വേണം. കോംപ്ലക്സ് 5ൻ്റെ റോൾ ഇവിടെയാണ് വരുന്നത്. കോംപ്ലക്സ് 5 എന്താണ് നമ്മൾ കണ്ടു? ATP സിന്തേസ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കണ്ടു ദർ ഈസ് കണ്ടിന്യൂസ് പമ്പിങ് ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഫ്രം ദ മാട്രിക്സ് ഇൻ ടു ദ ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. അങ്ങനെ ഹൈഡ്രജൻ അയോൺസിൻ്റെ കണ്ടിന്യൂസ് പമ്പിങ് വരുമ്പോഴത്തേക്കും ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും മാട്രിക്സിൽ കുറയുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതിന് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നു. ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ മോർ ഹൈഡ്രജൻ അയോൺസ് അങ്ങനെ വരുമ്പോൾ അവിടെ മോർ പോസിറ്റീവ് ചാർജ് വരുന്നു. ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ മോർ പോസിറ്റീവ് ചാർജ്. ബട്ട് ഇൻ ദ മാട്രിക്സ് സൈഡിൽ മാട്രിക്സിൻ്റെ സൈഡിൽ നെറ്റ് നെഗറ്റീവ് ചാർജും വരുന്നു. ഇതിനെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റിനെ ക്രോസ് ചെയ്യാൻ ഹൈഡ്രജൻ അയോൺസിന് കഴിയില്ല. ബിക്കോസ് നോർമലി ഹൈഡ്രജൻ അയോൺസ് ആർ നോട്ട് പെർമിയബിൾ ടു ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനെ ക്രോസ് ചെയ്യാൻ നോർമലി ഹൈഡ്രജൻ അയോൺസിന് കഴിയില്ല. അതിന് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. അവിടെയാണ് ATP സിന്തേസിൻ്റെ റോള് വരുന്നത്. ഓക്കെ, അപ്പോൾ ATP സിന്തേസ് എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ അയോൺസിനെ മാട്രിക്സിലേക്ക് തിരിച്ച് പമ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻ ഉണ്ടാകുന്നു. ആ ഗ്രേഡിയൻ്റ് മൂലം ഇവിടെ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ്. ഈ ഫോഴ്സാണ് ഈ ATP സിന്തേസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ATP സിന്തേസ് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഹൈഡ്രജൻ അയോൺസിനെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്നും മാട്രിക്സിലേക്ക് പമ്പ് ചെയ്യുന്നു. അങ്ങനെ ATPയുടെ സിന്തസിസ് നടക്കുന്നു. നോക്കാം, ATP സിന്തസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ATP സിന്തേസിനെ നമുക്ക് F1 F0 കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പാർട്സ്. ഒന്ന് F0 പാർട്ട്, മറ്റൊന്ന് F1 പാർട്ട്. F0 പാർട്ട് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ എംബഡ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് F0 പാർട്ട്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു റൊട്ടേറ്റിംഗ് പാർട്ടാണ്. എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണ് F0 പാർട്ട്. F1 പാർട്ട് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെ കാറ്റലിറ്റിക് സൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ F0 പാർട്ടിനെ നമ്മൾ പ്രോട്ടോൺ ചാനൽ എന്നാണ് പറയുന്നത്. പ്രോട്ടോൺ ചാനൽ ബിക്കോസ് ആ പ്രോട്ടോൺസിൻ്റെ ചാനലാണത്. ഹൈഡ്രജൻ അയോൺസിൻ്റെ ചാനലാണ് F0 പാർട്ട്. ഹൈഡ്രജൻ അയോൺസിനെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്നും കൊണ്ടുപോകുന്നത് ഈ F0 പാർട്ടാണ്. സോ ഇറ്റ് ആക്ട് ആസ് എ പ്രോട്ടോൺ ചാനൽ. ഇനി F1 പാർട്ട് കാറ്റലിറ്റിക് സൈറ്റ് ആണെന്ന് പറഞ്ഞു. കാറ്റലിറ്റിക് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് ATP. ATPയുടെ സിന്തസിസ് നടക്കുന്ന പാർട്ടാണ്, റീജിയൺ ആണ് F1 പാർട്ട്. അപ്പോൾ ATP സിന്തേസിൻ്റെ പാർട്സ് നിങ്ങൾ കണ്ടു. ഒന്ന് F0, മറ്റൊന്ന് F1. F0 പാർട്ട് ആക്ട് ആസ് എ പ്രോട്ടോൺ ചാനൽ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോട്ടോൺസ് ഫ്രം ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് ടു മൈറ്റോകോൺട്രിയൽ മാട്രിക്സ്. F1 പാർട്ട് എന്ന് പറഞ്ഞാൽ കാറ്റലിറ്റിക് സൈറ്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് ATP അല്ലേ. അപ്പോൾ F0 പാർട്ട് പ്രോട്ടോൺസിനെ ഹൈഡ്രജൻ അയോൺസിനെ ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എനർജി ഉപയോഗിച്ചിട്ട് ADPയിൽ നിന്നും ATP സിന്തസൈസ്ഡ് ആകുന്നു. ഇതാണ് കെമി ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ATP ഫോർമേഷനാണ് നമ്മൾ കെമി ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കെമി ഓസ്മോസിസ്? മൂവ്മെൻറ്റ് ഓഫ് അയോൺസ്. മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഡൗൺ ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തു നിന്നും കുറവുള്ളിടത്തേക്ക് അയോൺസ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കെമി ഓസ്മോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾവേസ് എക്സ്പ്ലെയിൻസ് എ സിന്തസിസ് ഓഫ് ATP. ATPയുടെ സിന്തസിസ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരേ ഒരു മെക്കാനിസമാണിത് കെമി ഓസ്മോസിസ്. ഇതിനൊരു പ്രത്യേക തിയറി വരെ ഉണ്ട് കേട്ടോ, കെമി ഓസ്മോട്ടിക് തിയറി. നിങ്ങൾ കെമി ഓസ്മോസിസ് ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ അവിടെ ATPയുടെ സിന്തസിസിൽ നിങ്ങൾ പഠിച്ചായിരുന്നു കെമി ഓസ്മോസിസ് എന്താണെന്നല്ലേ, തൈലക്കോയ്ഡ് മെംബ്രെയിനിൽ നടക്കുന്നത്. അപ്പോൾ കെമി ഓസ്മോസിസ് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ തൈലക്കോയ്ഡ് മെംബ്രെയിനിലും നടക്കുന്നുണ്ട്, ക്ലോറോപ്ലാസ്റ്റിനകത്ത്. ഓക്കെ, ഇനി ഈ കെമി ഓസ്മോസിസും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഒക്കെ ചേരുന്നതിനെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ATPയുടെ സിന്തസിസ് തന്നെയാണ്.
ATPയുടെ സിന്തസിസ് ആണ്, പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള സിന്തസിസ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സിന്തസിസ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സിന്തസിസ് നടക്കുന്നത് നമ്മൾ കണ്ടു. ഇൻഡയറക്റ്റ് ആയിട്ട് സിന്തസിസ് നടക്കാൻ NADH-ൽ നിന്നും FADH2-ൽ നിന്നും ഇലക്ട്രോൺസ് ഒക്കെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ കെമി ഓസ്മോസിസ് വഴി ATP സിന്തസൈസ്ഡ് ആവണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന ആ ഒരു മേജർ പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്താണ്? ഡിഫറൻഷിയേറ്റ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. മിക്കവാറും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സിന്തസിസ് ഓഫ് എനർജി അല്ലേ, ഡയറക്റ്റ് സിന്തസിസ് ഓഫ് ATP ബൈ ദ ട്രാൻസ്ഫർ ഓഫ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം ദ സബ്സ്ട്രേറ്റ് ടു ADP. അപ്പം ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ADP-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്തെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ADP-യിൽ നിന്ന് ATP സിന്തസൈസ്ഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് സിന്തസിസ് ഓഫ് ATP, ഒരു ഡൗട്ടും ഇല്ല. അത് എവിടേക്കാണ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നുണ്ട്, ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ക്രബ്സ് സൈക്കിളിലും സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനിലൂടെ ATP സിന്തസൈസ്ഡ് ആവുന്നുണ്ട്. ഇനി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്താണ്? ഇൻഡയറക്റ്റ് സിന്തസിസ് ഓഫ് ATP ബൈ ദ ഓക്സിഡേഷൻ ഓഫ് NADH ആൻഡ് FADH2 മോളിക്യൂൾസ്. ഇതെപ്പോഴാണ് നടക്കുന്നത്? ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ആണ് നടക്കുന്നത് അല്ലേ, ലാസ്റ്റ് സ്റ്റെപ്പായ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ATP ഈൽഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ മാത്രം. ഓക്കെ, നമ്മൾ 10 NADH മോളിക്യൂൾസിനെയും 2 FADH2 മോളിക്യൂൾസിനെയും കൊണ്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കയറിയത്. അപ്പോൾ ഇവിടെ എത്തിയ ഇവരിൽ നിന്നും എത്ര മോളിക്യൂൾസ് ഓഫ് ATP ജനറേറ്റ് ആകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു NADH-ൽ നിന്ന് 3 ATP മോളിക്യൂൾസ് ജനറേറ്റ് ആവും. അപ്പോൾ 10 NADH-ൽ നിന്ന് 30 ATP മോളിക്യൂൾസ്. ഓക്കെ, അതുപോലെ ഒരു FADH2-ൽ നിന്ന് 2 ATP മോളിക്യൂൾസ് ജനറേറ്റ് ആവും. അപ്പോൾ 2 FADH2-ൽ നിന്ന് 4 ATP മോളിക്യൂൾസ്. അപ്പോൾ ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഓഫ് ATP ETC-യിൽ ജനറേറ്റ് ആവുന്നുണ്ട്? 34 ATP മോളിക്യൂൾസ്. ഓ, എന്തൊരു വലിയ ഡിഫറൻസ് ആണല്ലേ. ഗ്ലൈക്കോളിസിസിൽ വെറും 2 ATP മോളിക്യൂൾസ്, ക്രബ്സ് സൈക്കിളിൽ വെറും 2 ATP മോളിക്യൂൾസ്. പക്ഷേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ വന്നപ്പോൾ ടോട്ടൽ 34 ATP മോളിക്യൂൾസ് ഫ്രം 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് ഇത്രയും എനർജിയാണ് പ്രൊഡ്യൂസ് ആയിട്ടുള്ളത്. അതുപോലെ എന്തോരം ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടല്ലേ, ഇതിൽ നിന്നൊക്കെ എനർജി റിലീസ് ആവുന്നില്ലേ? യെസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൗണ്ട് ചെയ്തേ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ 34 ATP മോളിക്യൂൾസ് ആൻഡ് ക്രബ്സ് സൈക്കിളിലെ 2 ATP മോളിക്യൂൾസ്, ദെൻ ഗ്ലൈക്കോളിസിസിലെ 2 ATP മോളിക്യൂൾസ്. സോ 34 + 2 + 2 38. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷനിൽ, എയ്റോബിക് റെസ്പിറേഷനിൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നും 38 ATP മോളിക്യൂൾസ് ജനറേറ്റ് ആകുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ നിന്ന് 2 ATP മോളിക്യൂൾസ് ഞാനങ്ങ് ഡിഡക്റ്റ് ചെയ്യുക. എന്തിനാണ് ഡിഡക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഗ്ലൈക്കോളിസിസിലൂടെ ഉണ്ടായ NADH മോളിക്യൂൾസ് ഇല്ലേ, സൈറ്റോപ്ലാസത്തിലിരിക്കുന്ന NADH മോളിക്യൂൾസ്, അതിന് മൈറ്റോകോൺട്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണമെങ്കിൽ കുറച്ച് എനർജി ആവശ്യമുണ്ട്. അപ്പോൾ അതിന് 2 ATP മോളിക്യൂൾസ് വേണം. അതുകൊണ്ട് ഗ്ലൈക്കോളിസിസ് നടന്നു കഴിയുമ്പോൾ 38 ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 38 ATP മോളിക്യൂൾസ് ഉണ്ടായാലും എപ്പോഴും 36 ATP മോളിക്യൂൾസേ കാണുകയുള്ളൂ. ബിക്കോസ് എപ്പോഴും അതിൽ നിന്ന് 2 ATP മോളിക്യൂൾസ് NADH-ന്റെ ട്രാൻസ്ഫറിന് വേണ്ടി അങ്ങ് യൂട്ടിലൈസ് ചെയ്യപ്പെടും. സോ 38 - 2 = 36. 36 ആണ് ഗ്ലൈക്കോളിസിസിൽ അറ്റ് ദ എൻഡ് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്ന് ജനറേറ്റ് ആകുന്ന ടോട്ടൽ ATP മോളിക്യൂൾസ്. നിങ്ങൾ ഫർദർ റെഫറൻസിന് പോകുമ്പോൾ, അതിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ 32 എന്നൊരു കണക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. അതായത് സെല്ലുലാർ റെസ്പിറേഷൻ അറ്റ് ദ എൻഡ് 32 ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്, 38 or 36 or 32, അതിലൊരു കൺഫ്യൂഷൻ വരരുത്. ഈ 38 ATP മോളിക്യൂൾസ് എന്ന കണക്ക് ഒരു ഓൾഡ് കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. നമ്മുടെ ഓൾഡ് കൺസെപ്റ്റാണത്. അതായത് ഒരു NADH-ൽ നിന്ന് 3 ATP മോളിക്യൂൾസ്, അതുപോലെ ഒരു FADH2-ൽ നിന്ന് 2 ATP മോളിക്യൂൾസ്. ആ ഒരു കണക്ക് വെച്ചിട്ടാണ് ഈ ഒരു കാൽക്കുലേഷനിലേക്ക് നമ്മൾ വന്നത്. 38 ATP മോളിക്യൂൾസ്, അതിൽ നിന്ന് 2 ATP മോളിക്യൂൾസ് ഡിഡക്റ്റ് ചെയ്തിട്ട് 36 ATP മോളിക്യൂൾസ് അറ്റ് ദ എൻഡ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. പക്ഷേ പുതിയ സ്റ്റഡീസൊക്കെ പറയുന്നത്, ന്യൂ സ്റ്റഡീസ് അല്ലെങ്കിൽ ന്യൂ മെത്തേഡ് അനുസരിച്ച് ഒരു NADH-ൽ നിന്ന് 2.5 ATP മോളിക്യൂൾസേ ജനറേറ്റ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു FADH2-ൽ നിന്ന് 1.5 ATP മോളിക്യൂൾസ് ജനറേറ്റ് ആവുന്നത്. എന്താണ് ഈ 2.5 1.5 എന്ന കണക്കെന്ന് ചോദിച്ചാൽ, എപ്പോഴും ATPയുടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ കുറച്ച് എനർജി അവിടെ ഇവിടേക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തിൻ്റെയൊക്കെയോ ട്രാൻസ്ഫറിനോ എന്തൊക്കെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്
കുറച്ച് ATP മോളിക്യൂൾ സിന്തസൈസ്ഡ് ആവുമെന്നാണ് പുതിയ സയൻറ്റിസ്റ്റ് ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. സോ ഓൾവേസ് നിങ്ങൾ ഹയർ ക്ലാസ്സസിലൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു NADHൽ എത്ര ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? 2.5 to 3 ഡിപ്പെൻസ്. 2.5 ആകാം അല്ലെങ്കിൽ 3 ആകാം. ചില കേസിൽ 2.5 ആണ്, ചില കേസിൽ 3 ആണ്. അത് സെല്ലിൻ്റെ ആ ഒരു സമയത്തെ ATPയുടെ പ്രൊഡക്ഷനും ആ പ്രോസസ്സിൽ ഉപയോഗിച്ച എനർജിയുടെ ആവശ്യമൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ 2.5 to 3. അതുപോലെ തന്നെ FADH2ൻ്റെ പ്രൊഡക്ഷൻ 1.5 to 2. അപ്പോൾ ഇതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലിരിക്കുക, 1 മോളിക്യൂൾ ഓഫ് NADHൽ നിന്നും 2.5 to 3 മോളിക്യൂൾസ് ഓഫ് ATP, മാക്സിമം 3. അതുപോലെ 1 മോളിക്യൂൾ ഓഫ് FADH2ൽ നിന്നും 1.5 to 2 മോളിക്യൂൾസ് ഓഫ് ATP. അത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു NADHൽ നിന്നും 3 ATP മോളിക്യൂൾസ് തന്നെയാണ്. നിങ്ങൾക്ക് അത്ര അറിഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾ ഫെർദർ റെഫറൻസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പലയിടത്തും 32 ATP മോളിക്യൂൾസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇതെന്താണ് ഇങ്ങനെ വന്ന് 32, ബാക്കിയൊക്കെ അവിടെ പോയി ചിന്തിക്കരുത്. അതുപോലെ തന്നെ പല സൈറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും 38 ATP മോളിക്യൂൾസ് കാണാൻ പറ്റും. NADHൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി ഡിഡക്റ്റ് ആയിട്ടുള്ള ATP മോളിക്യൂൾസിന് അവിടെ കാണിച്ചിട്ടില്ല. പിന്നെ പലയിടത്തും 36 എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതെല്ലാം ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വലിയൊരു കടമ്പ കഴിഞ്ഞു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പഠിച്ചല്ലേ? നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. ഏകദേശം 34 ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് ആകുന്നു. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഏത് സ്റ്റെപ്പിലാണ് ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ തന്നെയാണ്. ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും ഒന്നുമല്ല അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരേ ഒരു സ്റ്റേജും കൂടെയാണ് ഇതല്ലേ? ഇതിലെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പഠിപ്പിച്ച മെത്തേഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.